ഹരിശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഡിസംബർ മാസത്തിലെ രാശിഫലം ഇപ്പോൾ തീരുവാണ്. നമ്മൾ പറയുന്നത് പൂരുരുട്ടാതി ഉത്രത രേവതിയാണ് പറയുന്നത്. ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് ബെല്ലിൻ്റെ ചിത്രം ഉണ്ടാകും. അത് തൊട്ട് കഴിയുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ളത് തൊട്ടാൽ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് പൂരുരുട്ടാതിയാണ്. നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ നിന്ന് രാഹു മാറുകയാണ്, അതുകൊണ്ട് തന്നെ ആശ്വസിക്കാം. എന്നാൽ ശനി ജന്മനക്ഷത്രത്തിൽ തുടരുന്നുമുണ്ട്. നിങ്ങൾക്കൊരു ഊർജ്ജമില്ലാത്തതായിട്ട് നിങ്ങൾക്ക് തോന്നും. കഴിവുകളൊന്നും പുറത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരും. പക്ഷേ നിങ്ങൾ ഒരിക്കലും പ്രകോപനങ്ങളിൽ വീണു പോകരുത്. ആരോഗ്യത്തിൽ എപ്പോഴും ശ്രദ്ധയുണ്ടാകുക. പിന്നെ സ്വത്തുമായിട്ടുള്ള തർക്കങ്ങൾ കൂടുതൽ കൂടുതൽ വളരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിദേശത്ത് കഴിയുന്നവരുടെ ജോലിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. അതായത് വീട് നിർമ്മാണത്തിൽ പലരും പല അഭിപ്രായമായിരിക്കും വീട്ടിൽ. അതായത് അപസ്വരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരെ പരിരക്ഷിക്കുന്നതിൽ ശ്രദ്ധയുണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് പൂരുരുട്ടാതി നാളിനെക്കുറിച്ച് പറയാനുള്ളത്. ഉത്രട്ടാതിയെക്കുറിച്ച് പറയാനാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും പക്ഷെ അതിൽ നിന്ന് പിൻവലിയാൻ നിങ്ങൾക്ക് കഴിയാതെ വരും. കൂട്ടുകെട്ടുകളിൽ നിയന്ത്രിക്കും. അതായത് കുറച്ച് നിയന്ത്രണം വേണം. നിങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിലും നല്ലത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് ശ്രദ്ധിച്ച് അതിൽ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കുക. അതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ അതായത് സാമാന്യമായിട്ടുള്ള സമാധാനം വീട്ടിലുണ്ടാവും. ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സമൊക്കെ മാറിക്കിട്ടും. അതായത് നിങ്ങൾ എന്തെങ്കിലും സംരംഭങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ധനം, അതിൽ നിന്നുള്ള വരവ് മോശമാവില്ല. ഗവേഷണത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രശസ്തി ഉണ്ടാകും. മത്സരങ്ങളിൽ അതായത് ഭാഗ്യപരീക്ഷണമൊക്കെ നേടുന്നവർക്ക് കുറച്ച് അധ്വാനിക്കേണ്ടതായിട്ട് വരും അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ഈ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്. രേവതി നാളിനെക്കുറിച്ച് പറയുവാണെങ്കിൽ, നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഭംഗിയായി നിങ്ങൾ നിറവേറ്റും. നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളുടെ മേലധികാരിക്ക് ഇഷ്ടമായവരുടെ കണ്ണ് തുറക്കും. അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ജന്മത്തിൽ നിങ്ങൾ അഭിമാനിക്കുന്ന സാഹചര്യം ഉണ്ടാകും നിങ്ങളുടെ കുടുംബപരമായിട്ട്. സാമ്പത്തിക സ്ഥിതി മോശമാവില്ല. പിന്നെ വാതശല്യം വരാൻ സാധ്യതയുണ്ട്. ദഹനക്കേടും വരാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനമൊക്കെ നിങ്ങൾ വാങ്ങാനായിട്ട് തീരുമാനിക്കും. പൂർവ്വകാലത്തിൽ ഏതെങ്കിലും ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തകർക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ എപ്പോഴും ശ്രദ്ധയുണ്ടാകുക. അത് സുരക്ഷിതമാക്കാൻ ശ്രദ്ധയുണ്ടാകുക. ഈശ്വരൻ്റെ കാര്യങ്ങളിൽ സമർപ്പണം കുറച്ചും കൂടി കൂട്ടുക. അതായത് നമ്മൾ താൻ ദൈവം എന്നല്ലേ പറയണം. നമ്മൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഈശ്വരനേ ഉള്ളൂ. ഈശ്വരന് അത്രയും കഴിവ് വേറെ ആർക്കും ഇല്ലേ ഭൂമിയിൽ. അപ്പം നമ്മൾക്ക് ഉള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ നമ്മളെപ്പോഴും ഈശ്വരചിന്ത ഉണ്ടാകുക. അടുത്ത ക്ഷേത്രങ്ങളിൽ പോയി ശക്തിയാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക. പക്കപ്പിറന്നാളുകൾ തോറും ശനീശ്വരനെ ധ്യാനിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.